വിവാദങ്ങളിലൂടെയും വിമർശനങ്ങളിലൂടെയും ഉയർന്നു വന്ന രേണു കഷ്ടപ്പാടും ജോലിയിലുള്ള ആത്മാർത്ഥതയും കൊണ്ട് സമ്പാദിച്ച പൈസ ലക്ഷങ്ങൾ വിലയുള്ള കാർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഞാൻ ഡെലിവറി ആയിട്ടാണ് ഷോറൂമുകാർ ഇത് ഡെലിവറി ചെയ്യാൻ പോകുന്നത്. എന്നാൽ രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെ: ഇതൊരു വലിയ സംഭവമൊന്നുമല്ല, ഞാൻ ഇത് ആരെയും അറിയിച്ചിട്ടുമില്ല, സ്വന്തമായി അധ്വാനിച്ച പൈസയ്ക്ക് ഒരു കാർ വാങ്ങിക്കുന്നു, അത്രയേ ഉള്ളൂ. ഷോറൂമുകാർ ഇത് ഗ്രാൻഡ് ആക്കുന്നുണ്ട്, അല്ലാതെ ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല എന്നാണ് രേണു പറയുന്നത്. മുൻപ് രേണു കാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ ഡ്രൈവിംഗ് പഠിക്കില്ല എന്ന്. ഇതിന് രേണു കാരണമായി പറഞ്ഞത്, സുധിച്ചേട്ടന്റെ മരണം എനിക്ക് പേടിയാണ് ഡ്രൈവിംഗ് പഠിക്കാൻ, ഞാൻ ഒരിക്കലും അത് പഠിക്കില്ല എന്നായിരുന്നു. ഈ കാർ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വാങ്ങിക്കുന്നത്. മോനും ഒരു കാർ എടുത്തല്ലോ, ഇത് ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ടല്ല. ഷൂട്ടിന് ഞാൻ ബസ്സിലും ട്രെയിനിലൊക്കെ പോകും, കാർ വീട്ടിലിട്ടേക്കാനാണ്, എവിടെയെങ്കിലും അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകാനായിരിക്കുക. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയ്ക്കാണ് ഇത് വാങ്ങിക്കുന്നത്. ഇതിന്റെ ഒരു ചെറിയ സന്തോഷമുണ്ട്. പടങ്ങളും മേക്കപ്പ് ഒന്നും ഇല്ലാതെ സിമ്പിൾ ലുക്കിലാണ് രേണു കാർ ഷോറൂമിലേക്ക് എത്തിയത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.